ഇന്നത്തെ വചനചിന്ത, ദൈവിക വാക്കുകളെ അവിശ്വസിക്കരുത്. ഒരു വലിയ മലഞ്ചെരുവിലൂടെ കുറേ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നു. അതിൽ കുട്ടികളും പ്രായമുള്ളവരും അനേക ആൾക്കാരുമായി നിറഞ്ഞ വാഹനങ്ങൾ. ഈ വാഹനങ്ങളെല്ലാം വളരെ പതുക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്നത് വാഹനങ്ങളുടെ മുൻപിലായി ഒരു വലിയ ലോറി നിറയെ തടികളുമായി പതുക്കെ മലകയറുകയാണ്. ഒരു വാഹനത്തിന് മാത്രം പോകാവുന്ന ചെറിയ മലമ്പാത. ഒരു വശം വലിയ പാറക്കെട്ടുകളും മറുവശം വലിയ കൊക്കയും. സാവധാനമുള്ള ഈ യാത്ര കുറേയായപ്പോൾ എല്ലാവരും മടുത്തു. ലോറിയാണെങ്കിൽ അതിൻ്റെ വേഗത കൂട്ടുവാനും സാധിക്കുന്നില്ല. ലോറിയെ മറികടക്കുവാൻ എതിർവശത്തുനിന്ന് മറ്റൊരു വാഹനം വന്നാലോ, അഥവാ ചക്രമൊന്നും തെറ്റിയാൽ കൊക്കയിലേക്ക് പതിച്ചാലോ ആരും മറികടക്കുവാൻ ധൈര്യം കാണിക്കുന്നില്ല. മറ്റുള്ളവരുടെ യാത്ര ദുരിതപൂർണമാകുവാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ലോറി ഡ്രൈവർ തൻ്റെ വാഹനം ഒരു വശത്തേക്കായി മാറ്റി. തൻ്റെ കൈ വെളിയിലിട്ടു പുറകെ വരുന്ന വാഹനങ്ങളോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. എല്ലാവരും സാവധാനം ആ ലോറിയെ മറികടന്നുപോയി. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇത്രയും റിസ്ക്കുള്ള ഒരു ഓവർടേക്കിംഗ്. കുട്ടികളും കുടുംബവും എല്ലാമുള്ള ആ വാഹനങ്ങൾ. അവർ ഇതുവരെയും കാണാത്ത, ആരെന്ന് പോലും അറിയാത്ത ഒരു ലോറി ഡ്രൈവർ. അദ്ദേഹത്തിന് തികച്ചും അപരിചിതമായ കൈകൾ. ഇതുവരെയും അവർ ആ കൈകളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എന്നാലും ആ കൈകളുടെ പുറകിലുള്ള ഡ്രൈവറുടെ ജ്ഞാനത്തെ ആശ്രയിച്ച് അവർ മറികടക്കുന്നു. ആ ഡ്രൈവറുടെ ആംഗ്യത്തെ അവർ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഇനിയും ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ മുഖം കാണാൻ പറ്റില്ല. ആ വ്യക്തിയെ അവർ എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്നു. മുമ്പിലത്തെ വാഹനങ്ങൾ വന്നിടിക്കുമോ, കുഴിയിൽ വീഴുമോ, അങ്ങനെയൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നു. ഇങ്ങനെ എത്രയോ പ്രാവശ്യമാണ് നാം വാഹനങ്ങളിലും ട്രെയിനിലും വിമാനത്തിലുമൊക്കെ തികച്ചും അപരിചിതമായ മനുഷ്യരെ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചുകൂടാ? എന്തുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചുകൂടാ? വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി, താങ്കളുടെ തലയിലെ ഒരു രോമം പോലും എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്ന, നമ്മെ നന്നായി അറിയുന്ന ദൈവിക വാക്കുകളെ നാം എന്തിനാൽ അവിശ്വസിക്കുന്നു? നമ്മുടെ ഭാവിയിലെ എല്ലാ വഴികളും നമ്മുടെ ലക്ഷ്യസ്ഥാനവും അറിയുന്ന ദൈവം നമ്മോട് മുൻപോട്ട് പോകുക എന്ന് പറഞ്ഞാൽ എന്തിനാണ് നാം അവിശ്വസിക്കുന്നത്? നമ്മോട് ദൈവം ആംഗ്യം കാണിക്കുക മാത്രമല്ല, ദൈവം നമ്മോട് കൂടെ ഇമ്മാനുവേലായി കടന്നു വന്നു. സകല താഴ്വരകളെയും കുന്നുകളെയും നിരത്തി നമ്മുടെ ദൈവം തൻ്റെ വാക്ക് കേൾക്കുന്ന ദൈവവേദനായി വഴിയൊരുക്കുന്നു. ആഴിയിൽ പാത ഒരുക്കുന്ന ദൈവിക സാന്നിധ്യമാണ് നമ്മുടെ മുൻപിലുള്ള ഏക പ്രതീക്ഷ. മറ്റെങ്ങും നാം നോക്കരുത്. ആ ദൈവിക കരങ്ങളുടെ ചലനം നാം ശ്രദ്ധിക്കണം. മറ്റെങ്ങും നാം ശ്രദ്ധ വയ്ക്കരുത്. ആ ദൈവിക മുഖത്ത് മാത്രം നോക്കണം. മറ്റൊന്നും നാം കേൾക്കരുത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്ക് മാത്രം നാം കേൾക്കണം. 25-ാം സങ്കീർത്തനം പുസ്തകം 4 മുതലുള്ള തിരുവചനത്തിൽ ഭക്തനായ ദാവീദ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: യഹോവേ, നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്കിൽ പ്രത്യാശ വയ്ക്കുന്നു. യഹോവേ, നിൻ്റെ കരുണയും ദയയും ഓർക്കണമേ. അവ പണ്ടേയുള്ളതല്ലോ. എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിൻ്റെ കൃപപ്രകാരം നിൻ്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു. അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, യെശയ്യാപ്രവചന പുസ്തകം 54-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുമില്ലെന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഈ നാളുകളിൽ ദൈവശബ്ദം കേട്ട് മുന്നോട്ട് ചലിപ്പാൻ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ സകല കാര്യവും ചെയ്യുവാൻ
വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.